നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയൻ അതിർത്തിയിലെ ബഫർ സോണിൽ നിന്ന് സൈന്യത്തെ തൽക്കാലം പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിലെ സുരക്ഷ ഉറപ്പാക്കുന്ന ബദൽ സംവിധാനം വരുന്നതുവരെ സിറിയൻ പ്രദേശത്ത് സൈന്യം തുടരുമെന്ന് സിറിയയിലെ മൗണ്ട് ഹെർമണിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്താണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ഗോലാൻ കുന്നുകളുടെ അതിർത്തിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ സിറിയയ്ക്കുള്ളിലെ പ്രദേശത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ഹെർമൺ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ നിന്നാണ് നെതന്യാഹുവിന്റെ അഭിപ്രായ പ്രകടനം. ബഷാറുൽ അസദ് ഭരണകൂടത്തെ തകർത്ത് വിമതപക്ഷം സിറിയയിൽ അധികാരം പിടിച്ച സാഹചര്യം മുതലെടുത്തായിരുന്നു ബഫർ സോണിൽ ഇസ്രായേൽ സേനയുടെ കടന്നുകയറ്റം. ബഫർ സോണിൽ നിന്ന് സേന ഉടൻ പിന്മാറണമെന്ന് അറബ് രാജ്യങ്ങളും തുർക്കിയും ആവശ്യപ്പെട്ടു വരികയാണ്. സിറിയൻ മണ്ണിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ച് ലബനാനിലെ ഹിസ്ബുള്ളക്കെതിരെ നീങ്ങാനും ഇസ്രായേലിന് പദ്ധതിയുണ്ട് എന്നാണ് റിപ്പോർട്ട്. 53 വർഷം മുമ്പ് സൈനികനെന്ന നിലയിൽ താൻ ഇതേ പർവ്വതനിരയിൽ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ സമീപകാല സംഭവങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇസ്രായേലിലെ സുരക്ഷയ്ക്ക് ഉച്ചകോടിയുടെ പ്രാധാന്യം വർദ്ധിച്ചുവെന്നുമാണ് നെതന്യാഹു പറഞ്ഞത്. കൂടാതെ സിറിയൻ ഭരണാധികാരി ബഷർ അൽ അസാദിന്റെ പതനത്തിന് പിന്നാലെ ഗോലാൻ കുന്നുകളിൽ വൻതോതിൽ ജൂത കുടിയേറ്റത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ. ഗോലാൻ കുന്നുകളിൽ സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ച് കുടിയേറ്റം ഇരട്ടിയാക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകി. ഇപ്പോൾ തന്നെ ഗോലാനിലെ ബഫർ സോണിൽ അതിക്രമിച്ചു കടന്ന ഇസ്രായേൽ അധിനിവേശം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഒരുങ്ങുന്നത്. ഹെർമൺ പർവ്വതത്തിൽ ബേസ് ക്യാമ്പ് തകർത്ത് ആധിപത്യം സ്ഥാപിച്ച നെതന്യാഹു ഇപ്പോൾ സിറിയയിൽ ജൂത ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. 1800 ചതുരശ്ര കിലോമീറ്ററാണ് ഗോലാൻ കുന്നിന്റെ പ്രധാന ഏരിയ വിസ്തീർണം. മേഖലയിലെ വളരെ തന്ത്രപ്രധാനമായ ഭാഗം തന്നെയാണിത്. നിലവിൽ 1 ലക്ഷത്തോളം ഇസ്രായേൽ പൗരന്മാർ അവിടെ ഉണ്ട് എന്നാണ് കണക്കുകൾ. അതിനെ ഇരട്ടിയാക്കി ഗോലാൻ കുന്നിലും ഹെർമൺ പർവ്വത താഴ്വരകളിലും ഇസ്രായേലിനെ ശക്തി കേന്ദ്രമാക്കുക എന്നതാണ് നെതന്യാഹുവിന്റെ പ്രധാന ലക്ഷ്യം. സിറിയയെ കൈപ്പിടിയിൽ ഒതുക്കാൻ 11 ബില്യൺ തുക മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. സ്ഥലവും വീടും മറ്റ് സൗകര്യങ്ങളും എല്ലാം നൽകി ജൂത സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഗോലാൻ കുന്നുകളിൽ പുതിയ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ ഇറാഖും സൗദി അറേബ്യയും UAEയും രംഗത്തെത്തിയിട്ടുണ്ട്. അധിനിവേശം അന്താരാഷ്ട്ര നിയമങ്ങളുടെ പ്രത്യേകിച്ച് 1974 ഇസ്രായേലും സിറിയയും തമ്മിൽ ഒപ്പുവെച്ച വിമോചന ഉടമ്പടിയുടെ ലംഘനമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു. വിമത വിപ്ലവത്തിനും ബഷാറുൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിന് പിന്നാലെയാണ് സിറിയയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത്. സിറിയയിൽ അധികാരം പിടിച്ചെടുത്ത വിമത ഗ്രൂപ്പുമായി US നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പറഞ്ഞു. അതിനിടെ ഗാസയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഗാസ സിറ്റിക്ക് സമീപത്തെ ദരജിൽ നടന്ന ആക്രമണത്തിൽ 4 കുട്ടികളും 2 സ്ത്രീകളും ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതികൾ അറിയിച്ചു. യമനിലെ സനായിൽ സുപ്രധാന സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്ന് ഹൂതികൾ അറിയിച്ചു. ഗാസയിൽ വെടിനിർത്തൽ ചർച്ച അന്തിമഘട്ടത്തിലാണെന്ന് ഇസ്രായേൽ സർക്കാരും പറയുന്നു. ഇസ്രായേൽ സംഘം ചർച്ചയ്ക്കായി ഉടൻ ദോഹയിൽ എത്തും എന്നാണ് റിപ്പോർട്ട്. ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരിക്കെ വെടിനിർത്തൽ വൈകില്ല എന്നാണ് പ്രതീക്ഷയെന്നും US സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.